പണിതിട്ടും പണി തീരാത്തൊരു റോഡാണ് ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ്. പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നാണിത്. 2018 പ്രളയകാലത്തായിരുന്നു ഈ റോഡ് തകർന്നത്. പ്രദേശവാസികൾക്ക് പുറം ലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടുന്ന റോഡാണ് 7 വർഷത്തിലധികമായി ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. മാങ്കുളം പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലായുള്ള 1500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന 4.2 കിലോമീറ്റർ ദൂരം വരുന്ന പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ് 2018 പ്രളയകാലത്തായിരുന്നു തകർന്നത്. 2019 കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമായി. പിന്നീട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ച് 2022 മാർച്ച് 26 നിർമ്മാണോദ്ഘാടനം നടത്തുകയും ചെയ്തു. 270 ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. നിർമ്മാണം ആരംഭിച്ച് 3 വർഷത്തോടടുക്കുമ്പോഴും ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കാൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല. 2022 മാർച്ച് മാസം 26-ാം തീയതി ദേവികുളം MLA വന്ന് ഈ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും എന്നാൽ എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുന്ന LDFന്റെ വാക്കുകൾ മാത്രം പാലിച്ചുകൊണ്ട് ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ 6-ാം മൈൽ 50-ാം മൈൽ റോഡുകൾ കിടക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർമാർക്ക് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനോ ഈ ജനങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കുന്നതിനോ ഒന്നും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മാങ്കുളം പഞ്ചായത്തിലെ ആകെ ഗവൺമെൻറ് സ്കൂളാണ് ചിക്കനംകുടി ഗവൺമെൻറ് സ്കൂള്. ആ കുടിയിലെ സ്കൂളുകളിലേക്കുള്ള കുട്ടികൾ ഈ വഴിയാണ് പോകുന്നത്. ഈ ആദിവാസി കുടിയിലെ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇന്ന് റോഡ് കിടക്കുന്നത്. റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ചില കലുങ്കുകളുടെ നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു. ടാറിംഗ് ജോലികളും ഓടകളുടെയും മറ്റും നിർമ്മാണ ജോലികളും ചിലയിടങ്ങളിൽ ടൈൽ വിരിക്കേണ്ട ജോലികളുമാണ് അവശേഷിക്കുന്നത്. റോഡിൽ ഉറപ്പിച്ച മെറ്റലുകൾ ഇളകിപ്പോയതോടെ പ്രദേശത്തേക്കുള്ള യാത്ര ദുഷ്കരമായി. ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് പരിക്ക് സംഭവിക്കുന്നതിന്റെ എണ്ണം ഏറുകയാണ്. 3 കൊല്ലത്തോളം അതിന്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെ അതിന്റെ പണികളൊന്നും തീർന്നിട്ടില്ല. വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാനും. അതുപോലെ തന്നെ വണ്ടികളെല്ലാം ഒത്തിരി പണികൾ വരുന്നുണ്ട് വർക്ക്ഷോപ്പിൽ. അതുപോലെ തന്നെ യാത്രയോഗ്യമല്ലാത്ത രീതിയിലാണ് റോഡ് കിടക്കുന്നത്. ബൈക്കുകാരെല്ലാം ഡെയിലി വീഴുന്നു. പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ചിക്കനംകുടി സ്കൂളിലേക്കുള്ള ഏക റോഡ് കൂടിയാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. 6 ആദിവാസിയിടങ്ങളിലെ കുടുംബങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. കാൽനടയാത്ര പോലും ദുസ്സഹമായ റോഡിലൂടെയാണ് ആളുകൾ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഇളകിക്കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും തകരാർ സംഭവിക്കുന്നത് പതിവാണ്. നാളിത്ര പിന്നിട്ടിട്ടും നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.